എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പ്രാവിൻകൂട് ഷാപ്പ് എന്ന 2025 തന്നെ ഇറങ്ങിയ മലയാളം സിനിമയാണ്. ഇതൊരു ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലറാണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോമഡി ഉണ്ട്, പക്ഷെ നല്ല ഡാർക്കാണ്. ഒരു ക്രൈം ത്രില്ലറാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ നമ്മളെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്ന സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീരാജ് ശ്രീനിവാസനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അൻവർ റഷീദാണ്. സോ അതിൻ്റെ ഒരു എന്തായാലും ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് ഇതിൻ്റെ മേക്കിംഗ് ആണ്. ഇതിനകത്തുള്ള ടീം, എഡിറ്റിങ്ങിനായാലും സിനിമാറ്റോഗ്രഫിക്കായാലും മ്യൂസിക്കിനായാലും ഒക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിച്ചിരിക്കുന്ന ടീം ഉഗ്രനാണ്. ഒബ്വിയസ്ലി സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരിക്കും. ഷൈജു ഖാലിദാണ് സിനിമാറ്റോഗ്രഫി. മ്യൂസിക് വിഷ്ണു വിജയ് എന്ന് പറയുന്ന ആളാണ്. എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലിയാണ്. അപ്പം ഇതാണ് ബേസിക്കലി ഈ സിനിമയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നണി പ്രവർത്തകരാണ്. ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളിലായിട്ട് വരുന്നത് ബേസിൽ ജോസഫും സൗബിൻ ഷഹീറും ചെമ്പൻ വിനോദ് ജോസും ചാന്ദിനി ശ്രീധരൻ എന്ന ആക്ട്രസുമാണ്. പിന്നെ ചെറിയ റോളുകളിൽ ഈ ശബരീഷ് വർമ്മയൊക്കെ ഉണ്ട്. ശബരീഷ് വർമ്മയൊക്കെ വരുന്ന സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഫേസ് കട്ട് ഹരീഷ് രേശോവിനെ കൂട്ടായതുകൊണ്ട് ഹരീഷ് രേശോവിൻ്റെ റോള് പോലെ തന്നെ തോന്നും. എനിവേ ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ഒരു കള്ള് ഷാപ്പിൽ ഒരു മരണം നടക്കുകയും ഒരു ആത്മഹത്യ നടക്കുന്നു. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് പിന്നീട് മനസ്സിലാക്കുകയും അത് ആരാണ് ആ കൊലപാതകം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ബേസിൽ ജോസഫ് ആണ് ഇതിനകത്ത് പ്രധാന കേന്ദ്ര കഥാപാത്രത്തെ കാണിക്കുന്നത്. പിന്നെ സൗബിൻ ഷഹീർ അവിടുത്തെ ഒരാളാണ്, ചെമ്പൻ വിനോദ് ജോസ് ഒരാളാണ്, ഈ ചാന്ദിനി ശ്രീധരൻ അവിടെ ഉള്ള ഒരാളാണ്, ശബരീഷ് വർമ്മ അവിടെ ഉള്ള ഒരാളാണ്. ഇതിൽ ആരാണ് കൊന്നത് എന്നതാണ് കണ്ടുപിടിക്കുന്നത്. ഇത് കൂടാതെ മറ്റ് കഥാപാത്രങ്ങളുണ്ട്, അവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് 1 hour ഓഫ് ദിസ് മൂവി വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ അടിപൊളിയാണ്. ബേസിലിൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. കാരണം വളരെ സ്മാർട്ടാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന, അത്യാവശ്യം നല്ല സ്മാർട്ടായിട്ടുള്ള എന്നാൽ തനിക്കുള്ള ഫ്ലോസ് ഉണ്ട് എന്ന് ഉള്ളൊരു ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഫ്ലോസ്, അതിൻ്റെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ മാക്സിമം ശ്രമിക്കുകയും അതില്ല ഞാൻ പെർഫെക്റ്റ് ആണെന്ന രീതിയിൽ മറ്റുള്ളവരെ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. പക്ഷേ ഹീസ് ഓൾസോ സ്മാർട്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ലേയേർഡ് ക്യാരക്ടറായിട്ട് തന്നെ തോന്നി ബേസിലിൻ്റെ. അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറിയും വളരെ നല്ലതായിരുന്നു. പിന്നുള്ള ഇതിനകത്തെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും അടിപൊളിയാണ്. ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ഇതിനകത്ത് ആരാണ് ക്രൈം കമ്മിറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് സ്പോയിലർ ഇല്ലാതെ തന്നെ കാണുവാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഒരാളെ എടുത്തു പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വരാം. അതുകൊണ്ട് ഞാൻ ആരെ എടുത്തു പറഞ്ഞാൽ ഓവറോൾ നല്ല അഭിനയമാണ് ബാക്കിയുള്ള എല്ലാവരും ചെയ്തേക്കുന്നത്. ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് എൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഈ സ്ക്രിപ്റ്റ് വളരെ വീക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു ഡൗൺവേർഡ് സ്പൈറലാണ്. ഇത്രയും പീക്ക് നിൽക്കുന്ന സിനിമ ഇങ്ങനെ പതുക്കെ താഴെ വന്ന് അത്യാവശ്യം നല്ല ഒരു ആവറേജ് പടം, അല്ലെങ്കിൽ ഈവൻ ബിലോ ആവറേജ് പടമായിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ദാറ്റ്സ് വെരി സാഡ്. കാരണം കിഡിലൻ മേക്കിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് എനിക്ക് ഈ വർഷത്തെ ഏറ്റവും ടോപ്പ് 5 വരുന്ന സിനിമയായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ അത് മാറി. ഓവറോൾ നല്ല സിനിമ എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടമാണ്, കുറച്ച് ബ്ലാക്ക് കോമഡിയൊക്കെ ഇഷ്ടമാണ് എങ്കിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു എൻഡ് കുഴപ്പമില്ല. ആ ജേർണി ഫസ്റ്റ് ഹാഫും പിന്നെ ബാക്കി വരുന്നതും ഒക്കെ അത്യാവശ്യം നല്ലോണം എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയാൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സിനിമ കാണണം. കാരണം കിടിലൻ മേക്കിംഗ് ആണ്. ഇതിനകത്ത് ചില ഷോട്ടൊക്കെ എടുത്തേക്കുന്നത് നമ്മൾ ലൈക്ക് സിനിമാറ്റിക് മാസ്റ്റർ പീസ് ലെവൽ ഷോട്ട്സ് ആണ്. ഈ ഷൈജു ഖാലിദ് അതിനകത്ത് അഴിഞ്ഞാടിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും വളരെ രസമുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങൾക്കിത് കാണാൻ നല്ലൊരു സിനിമയാണ്. ഇനിയും ഞാൻ ഈ സിനിമയുടെ സ്പോയിലേഴ്സാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സ്പോയിലർ കേൾക്കണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളൂ, അല്ലെങ്കിൽ ഞാൻ സ്പോയിലർ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ കുറ്റപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നും പറയാതെ സിനിമയുടെ കഥ പറഞ്ഞു കൊടുത്ത ഒരു ക്യാമ്പയിനായിപ്പോയി മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. കാരണം അത് നല്ല രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ സൗബിൻ ഷഹീറിനെയും ബേസിൽ ജോസഫിനെയുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. അത് വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഇതിനകത്ത് സൗബിൻ ഒരു പ്രധാന കഥാപാത്രമാവുന്ന ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡ് തൊട്ടാണ് അദ്ദേഹം പ്രധാന കഥാപാത്രമാവുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് കാണിക്കാതെ
അദ്ദേഹത്തിന് റെഡ് ഹെറിങ് എന്ന് പറയും. എന്താണ് നമ്മുടെ ഇത് സിനിമ കാണുന്നവരെന്താണോ കാണണം എന്ന് നമുക്കുള്ളത് അത് കാണിച്ചുകൊണ്ട്, പക്ഷെ അവരുടെ പ്രതീക്ഷകൾ എന്താണോ അത് തെറ്റിക്കുന്ന രീതിയിലുള്ള പ്ലോട്ട് എലമെന്റ്സിനെയാണ് റെഡ് ഹെറിങ്സ് എന്ന് പറയുന്നത്. അപ്പം ആ റെഡ് ഹെറിങ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിച്ചില്ല. പകരം ഈ സൗബിൻ്റെ ക്യാരക്ടറാണ് പ്രധാന വില്ലൻ എന്ന രീതിയിൽ സിനിമയിൽ കൊണ്ടുപോകുമ്പം ലൈക്ക് അത് കൺവിൻസിങ് എന്നല്ല, അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടൊക്കെ നമുക്ക് ആരാണ് എന്താണ് എന്നുള്ളൊരു സംശയം കൊണ്ടുവരാമായിരുന്നു ഈ സ്ക്രിപ്റ്റിൽ. അതൊരു വലിയ പ്രോബ്ലമാണ്. സെക്കൻഡ്, എല്ലാവർക്കും ഇതിനകത്ത് ഈ ചാന്ദിനി ശ്രീധരൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ വളരെ സ്മാർട്ടാണ് ഈ സീരീസിനകത്ത്. അത് ആ സ്മാർട്ടായിട്ടിരിക്കുന്നത് അവസാനം റിവീൽ ചെയ്യുമ്പോൾ സൗബിൻ ഷഹീർ കാരണമാണ് അത്രയും സ്മാർട്ടാവുന്നത്. അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണ് എല്ലാം ചെയ്തതെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇവർക്ക് ഇത്രയും ബുദ്ധി എവിടെ നിന്ന് വന്നു എന്നുള്ളതൊരു ക്ലിയർ കട്ടായിട്ട് കാണിക്കുന്നില്ല. ലൈക്ക് അതെനിക്കൊരു വിശ്വസനീയമായിട്ട് തോന്നിയില്ല. പിന്നെ ഓവറോൾ ചാന്ദിനി ശ്രീധരൻ്റെ ആക്ടിങ് എനിക്ക് അത്ര കൺവിൻസിംഗ് ഇല്ലായിരുന്നു. പക്ഷേ ഷീസ് എ ഗുഡ് ആക്ട്രസ്. ലൈക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും അല്ലായിരുന്നു. ചെമ്പൻ വിനോദ് ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ അത് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൂ. ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടറും ഒന്നും ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടില്ല, ഉണ്ടായിരുന്നേ ഉള്ളൂ. ഓവറോൾ ഇതിനകത്ത് പിന്നെ ശബരീഷ് വർമ്മ അതുപോലെ പല ആക്ടേഴ്സ് ഇതിനകത്ത്, എനിക്ക് എല്ലാവരുടെ പേര് ഓർമ്മയില്ല, പക്ഷെ പല ആക്ടേഴ്സും ഇതിനകത്തുള്ളവരെ ഒക്കെ നമുക്ക് ഈ പ്ലോട്ട് എലമെന്റിലോട്ട് കൊണ്ടുവരായിരുന്നു. എന്നിട്ട് ആര് എന്നുള്ളൊരു സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാക്കായിരുന്നു, കഥ മാറ്റാതെ തന്നെ. പക്ഷെ അതൊന്നും ചെയ്യാതെ ജസ്റ്റ് ബേസിലിനെയും സൗബിനെയും മാത്രം ഫോക്കസ് ചെയ്ത് അവരുടെ ഒരു സ്റ്റാർ വാല്യൂ യൂസ് ചെയ്യാൻ നോക്കിയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ അതൊഴിച്ചാൽ കുഴപ്പമില്ല. സിനിമയുടെ സ്റ്റോറിയൊക്കെ അത്യാവശ്യം കൊള്ളാം. വളരെ വളരെ പ്രഡിക്റ്റബിൾ അല്ലാതെ എനിക്ക് തോന്നിയില്ല. സൗബിൻ്റെ കാര്യം ഡെഫിനറ്റ്ലി പ്രഡിക്റ്റബിളാണ്. ചാന്ദിനി ശ്രീധരൻ എന്ന് പറഞ്ഞ ആക്ട്രസിൻ്റെ ക്യാരക്ടർ മാത്രം, മെറിൻഡ എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രം ചിലപ്പം മേ ബി എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്യുന്ന തരത്തിൽ. പക്ഷെ ഓവറോൾ ഇറ്റ്സ് ആൻ ആവറേജ് വാച്ച്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ ത്രില്ലറൊക്കെ ഇഷ്ടമാണ്, ഡിസപ്പോയിൻറ്റിങ് എൻഡിങ് ആണെങ്കിലും സിനിമ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളിത് കണ്ടു നോക്കുക. ഇതിനകത്തൊരു എക്സലൻറ്റ് ചേസ് സീനുണ്ട്. സൗബിനെ സ്കൂട്ടറിൽ ഒരു ബസ് വെച്ച് ഒരാൾ ചേസ് ചെയ്യുന്നുണ്ട്. ആ സീൻ വളരെ അടിപൊളിയാണ്. പക്ഷെ അല്ലെങ്കിൽ ഇത്രയും എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുന്നത് നോക്കുക. ഇത് ഇത്രയും കേട്ടിരുന്നത് തന്നെ ഒത്തിരി സന്തോഷം. ഇതാണ് റിവ്യൂ. എല്ലാവർക്കും എല്ലാ പ്രേക്ഷകരെന്ന് പറയാമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പ്രേക്ഷകർക്ക് എൻ്റെ നന്ദി, നമസ്കാരം.